ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കബീർ. ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് CUCT എക്സാമിനെ കുറിച്ചിട്ടാണ്. ഈ വർഷത്തെ CUCT എക്സാം എപ്പോഴാണ് നടക്കുക, പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ഈ വർഷത്തെ CUCT എക്സാമുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ നിർബന്ധമായും കേൾക്കുക. ഒപ്പം ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ഹയർ സെക്കൻഡറി എക്സാം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എക്സാം പൂർത്തിയാക്കിയതിന് ശേഷം +2 പഠനം പൂർത്തിയാക്കി തുടർ പഠനത്തിനു വേണ്ടി ഡിഗ്രി തലത്തിലുള്ള പഠനത്തിനു വേണ്ടിയും ഒപ്പം ഡിഗ്രി പൂർത്തിയാക്കിയവർ PGക്ക് വേണ്ടിയും PG പഠനം പൂർത്തിയാക്കിയവർ PhD പോലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടിയിട്ടൊക്കെ അവസരങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടി പഠിക്കുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് CUCT 2009 സ്ഥാപിതമായ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്നത്. വർഷങ്ങളായി ഈ എക്സാമിലൂടെ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെ എക്സാം എഴുതി ഇന്ത്യയിലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടുകയും പഠനം പൂർത്തിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ CUCT എക്സാം എപ്പോഴാണ് നടക്കുക എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സാധാരണ രീതിയിൽ ഫെബ്രുവരി മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരികയും ഏപ്രിൽ മെയ് മാസങ്ങൾ എക്സാം നടക്കുകയും ജൂൺ മാസത്തിൽ അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ ആരംഭിക്കുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം കോവിഡ് ആയതുകൊണ്ട് അത് നീണ്ടുപോയിരുന്നു. ഈ വർഷം അതേ സാഹചര്യം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാം എപ്പോഴാണ് വരിക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധ്യമല്ല. എന്നാലും എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നുള്ളത് നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം 20 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ചേർന്നും കൊണ്ടാണ്, അതായത് രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോർഡിനേറ്റിംഗ് യൂണിവേഴ്സിറ്റി ആയിക്കൊണ്ട് 20ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടേക്കുള്ള UG, PG, PhD എൻട്രൻസ് എക്സാമുകളാണ് നടന്നത്. എന്നാൽ ഇത്തവണ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഇന്ത്യയിൽ ഈ പറയപ്പെട്ട 20 സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഉള്ളത്. പഴയ കാലത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട JNU ഉൾപ്പെടെ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി, ബനാറസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അലിഗർ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ അവരവർ എക്സാം നടത്തിക്കൊണ്ടാണ് അഡ്മിഷൻ എടുത്തിരുന്നത്. അതുപോലെ ചില യൂണിവേഴ്സിറ്റികളൊക്കെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് UG കോഴ്സാണ് ചെയ്യേണ്ടതെങ്കിൽ ഹയർ സെക്കൻഡറി തലത്തിലെ മാർക്ക് നോക്കുകയും PG ആണെങ്കിൽ UGയുടെ മാർക്ക് നോക്കിയിട്ടൊക്കെ ആയിരുന്നു അഡ്മിഷൻ നടത്തിയിരുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് UGC മുഖേന ഇത്തവണ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും നിർദ്ദേശം നൽകി. കഴിഞ്ഞ വർഷം നിർദ്ദേശം നൽകിയതാണ് 2021 തൊട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും എൻട്രൻസ് നടത്തുകയും ആ എൻട്രൻസിൻ്റെ ബേസിലായിരിക്കണം
അഡ്മിഷൻ നടത്തേണ്ടതും എന്നുമാണ് സെൻട്രൽ ഗവൺമെൻറ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും നൽകിയിട്ടുള്ള നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ CUCT എക്സാം നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്, അതായത് NTA എന്ന് പറയും. പല എക്സാമുകളും ഇതിനോടകം NTA നടത്തുകയാണ്. എൻജിനീയറിംഗ് എക്സാം ഉൾപ്പെടെ, UGC എക്സാം ഉൾപ്പെടെ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സബ്ജക്റ്റുകളുടെ എക്സാം ഉൾപ്പെടെയുള്ള പല എക്സാമുകളും NTA നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ CUCTയും ഇനി അങ്ങോട്ട് NTA ആണ് നടത്തുക. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും NTA വെബ്സൈറ്റിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആകും. അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കേണ്ടതുമാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നുള്ളത് ഈ എക്സാം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ എക്സാമിന് തയ്യാറാകേണ്ടത്, അല്ലെങ്കിൽ വല്ല മാറ്റവും ഇത്തവണത്തെ CUCT എക്സാമിനുണ്ടോ? നമ്മളൊക്കെ പത്രത്തിലൂടെ വായിച്ചതാണ് UG എക്സാമിന് NTA നടത്തുമെന്നും PG എക്സാമുകളൊന്നും ഇത്തവണ NTA നടത്തില്ല എന്നുമൊക്കെയാണ് നേരത്തെ പത്രങ്ങളിലൊക്കെ വന്നത്. എന്നാൽ NTA നടത്തുന്നത് ഇത്തവണ എല്ലാ എക്സാമുകളും NTA നടത്തുമെന്നാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കൺട്രോളർ ഓഫ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, ഒരാൾ ഡിഗ്രി എൻട്രൻസ് എക്സാം എഴുതണമെങ്കിൽ, അതായത് CUCTയിൽ ഒരാൾ എൻട്രൻസ് എക്സാം എഴുതണമെങ്കിൽ അയാൾ ആർട്സ് കോഴ്സുകളാണ് പഠിക്കുന്നതെങ്കിൽ അയാൾക്ക് 50% ആർട്സ് കോഴ്സുകളോ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോഴ്സുകളോ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളോ ഏതാണെങ്കിലും 50% നിലവിൽ അവർക്ക് മാർക്കുണ്ടെങ്കിൽ, ഹയർ സെക്കൻഡറിയിൽ അല്ലെങ്കിൽ PG ചെയ്യണം എന്നുദ്ദേശിക്കുന്ന ഒരാൾക്ക് UGയിൽ 50% മാർക്കുണ്ടെങ്കിൽ അവർ എൻട്രൻസ് എക്സാം എഴുതാൻ എലിജിബിളാണ്. എന്നതുപോലെ സയൻസ് സബ്ജക്റ്റുകൾക്കാണെങ്കിൽ 55% മാർക്ക് ഉണ്ടെങ്കിൽ, UGയിൽ 55%, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഭാഗങ്ങളിൽ 55% ഒരാൾക്ക് മാർക്കുണ്ടെങ്കിൽ അദ്ദേഹം CUCT എൻട്രൻസ് എക്സാം എഴുതാൻ എലിജിബിളാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള പാറ്റേൺ എന്ന് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. ആ രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് NTAയും ഫോളോ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നേരത്തെ CUCT എക്സാം നടത്തുന്ന സമയത്ത് അതിൻ്റെ സിലബസും അതോടൊപ്പം തന്നെ പാറ്റേൺ ഓഫ് എക്സാമും അതത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും CUCT വെബ്സൈറ്റിലും അവൈലബിൾ ആയിരുന്നു. കഴിഞ്ഞ വർഷം 20 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചേർന്നിട്ടാണ് എക്സാം നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ NTA അത് ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, JNU ഉൾപ്പെടെയുള്ള വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവസരങ്ങൾ വർദ്ധിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ സാധിക്കുകയും നമുക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാക്കുകയും ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ ഇതിനു വേണ്ടി നടത്തുകയും ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നേരത്തെ UG കോഴ്സുകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അതായത് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് UG ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ആർട്സ് UG ആണ്, അല്ലെങ്കിൽ കൊമേഴ്സ് UG ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള BEd കോഴ്സുകളാണ്, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ് എങ്കിൽ ഇതിനൊക്കെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നുള്ളത് 100% ജനറൽ ഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകളാണ്. ജനറൽ ഭാഗത്ത് എന്ന് പറയുമ്പോഴത്തേനും ലോജിക്കൽ റീസണിങ്, മെൻ്റൽ എബിലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ ജനറൽ ഇംഗ്ലീഷ്, GK ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് 100 ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നത്. ഇതുവരെയുള്ള CUCT നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. ഇനി ഒരാൾ
സയൻസ് കോഴ്സ് ആണെങ്കിൽ അയാൾ എടുക്കുന്ന ഡിഗ്രി ഹയർ സെക്കൻഡറി കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് അയാൾ UG കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ സയൻസ് വിഭാഗക്കാർക്ക് സയൻസ് റിലേറ്റഡായ സബ്ജക്റ്റ് ആണെങ്കിൽ 25 മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും ജനറൽ ഭാഗങ്ങളിൽ നിന്നും മറ്റു 75 മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അതുപോലെ അവർ അപ്ലൈ ചെയ്യുന്ന കോഴ്സ് ഏതാണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് എക്സാമിന് ചോദിച്ചിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ PG ഭാഗങ്ങൾ വരുന്ന സമയത്ത് ചില PG കോഴ്സുകൾക്ക്, അതായത് MBA പോലുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ MCA, ഇങ്ങനെയുള്ള പല സബ്ജക്റ്റുകൾക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനറൽ ഭാഗത്തിൽ നിന്ന് ലോജിക്കൽ റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ്, മെൻ്റൽ എബിലിറ്റി ഈ ഭാഗത്തു നിന്നാണ് 100 മാർക്കിനുള്ള ചോദ്യങ്ങളും ഉണ്ടായത്. അതുപോലെ മറ്റു PG കോഴ്സുകളാണെങ്കിൽ, അതായത് സയൻസ് റിലേറ്റഡ്, ആർട്സ് റിലേറ്റഡ്, ഫോർ എക്സാമ്പിൾ പറയാം സോഷ്യൽ വർക്ക്, അല്ലെങ്കിൽ ഇക്കണോമിക്സ്, ഹിസ്റ്ററി, ഇൻ്റർനാഷണൽ റിലേഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, ഇങ്ങനെയുള്ള പല കോഴ്സുകൾക്കും ഇതുവരെ CUCT ഫോളോ ചെയ്ത പാറ്റേൺ എന്ന് പറയുന്നുള്ളത് 25 മാർക്ക് എ പാർട്ടിൽ നിന്നും, അതായത് ലോജിക്കൽ റീസണിങ്, മെൻ്റൽ എബിലിറ്റി ഭാഗങ്ങളിൽ നിന്നും, അതുപോലെ റിമൈനിങ് 75 മാർക്ക് നമ്മുടെ സബ്ജക്റ്റിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓരോ മാർക്കുകളും എൻട്രൻസ് എക്സാമാണ്, വളരെ കോമ്പറ്റേറ്റീവ്നെസ് ഉള്ള ഒരു എക്സാമാണ്. ഓരോ മാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മാർക്കിനോ വേണ്ടിയിട്ടാണ് നമ്മുടെ അഡ്മിഷനുകളൊക്കെ പലപ്പോഴും നഷ്ടപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തും കൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ആ രൂപത്തിലാക്കി മാറ്റേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നേടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിഗ്രിയിലെ മാർക്കോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലെ മാർക്കോ മറ്റു മാർക്കുകളോ ഒന്നും പരിഗണിച്ചിട്ടല്ല ഇവിടെ അഡ്മിഷൻ നേടുന്നുള്ളത്. നമ്മുടെ എൻട്രൻസിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ CUCT നെഗറ്റീവ് മാർക്കും കൂടി ഫോളോ ചെയ്തിരുന്നു, മൈനസ് മാർക്ക് ഉണ്ടായിരുന്നു. ഇത്തവണ NTA നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് അതേ രീതിയിലുള്ള പാറ്റേൺ ആണോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ അതിനകത്ത് വരാൻ സാധ്യതയുള്ളൂ. വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യക്തത നമുക്ക് കിട്ടണമെങ്കിൽ NTA നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ, എക്സാമിൻ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. www.icainternational. എന്ന വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴയകാല ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. പല കണ്ടൻറ്റുകളും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പല കണ്ടൻറ്റുകളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി, അതല്ലാതെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ മെറ്റീരിയലുകളൊക്കെ കളക്ട് ചെയ്ത് നല്ല രീതിയിൽ അതിനു വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇതുവരെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തവണ പ്രധാനമായിട്ടുള്ളൊരു മാറ്റം NDA എന്ന് പറയുന്നുള്ളൊരു ഏജൻസിയാണ് CUCT എക്സാം നടത്തുക. അത് UG കോഴ്സുകൾക്ക് മാത്രമല്ല, PG, PhD ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകൾക്കും NDA വഴിയാണ് ഇത്തവണ എക്സാം നടക്കുക. അത് ഏത് സമയത്ത് വരും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ആ നോട്ടിഫിക്കേഷൻ വരുന്ന മുറക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ അഡ്വാൻസ്മെൻറ്റിലോട്ടേക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ പല രീതിയിലുള്ള ഡൗട്ടുകളും
ചോദിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഏറ്റവും കൂടുതലായി ചോദിക്കുന്നുള്ളത് എപ്പോഴാണ് CUCT എക്സാം നടക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, സാധാരണ രീതിയിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരികയും ഏപ്രിലോ മെയ് മാസത്തിലോ എക്സാം നടക്കുകയുമാണ് പതിവ്. കഴിഞ്ഞ വർഷം കോവിഡ് ആയതുകൊണ്ട് തന്നെ നീണ്ടുപോയി. ഈ വർഷവും നമുക്ക് സാഹചര്യം അതിനേക്കാൾ ഭയാനകരമാണ്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ 20 സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിരുന്നെങ്കിൽ ഇത്തവണ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും, ഇന്ത്യയിലെ ഏതാണ്ട് 47ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ചേർന്നിട്ടാണ് ഈ എക്സാം നടക്കുക. അതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ സെൻട്രലുകൾ ഉണ്ടാവും, വിവിധ സ്ഥലങ്ങളിൽ ഇത് നടക്കേണ്ടതുണ്ട്. എല്ലാ സ്ഥലത്തും കോവിഡിൻ്റെ സിറ്റുവേഷനുകളൊക്കെ മാറി വന്നതിന് ശേഷമേ ഇത്തരത്തിലുള്ള എക്സാം നടത്തിപ്പ് സുഗമമാവുള്ളൂ. ആ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയതിന് ശേഷം മാത്രം NDA ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനമുണ്ടാകും. കേരളയുടെ കൺട്രോളറുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് 3 മാസം മുമ്പ് ഇതുമായി ഒരു മീറ്റിംഗ് നടക്കുകയും എല്ലാ എക്സാമുകളും NDA തന്നെ ഇത്തവണ UG, PG, PhD ഉൾപ്പെടെയുള്ള എല്ലാ എക്സാമുകളും NDA തന്നെ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുമെന്നാണ് ഒരു 3 മാസം മുമ്പ് ചേർന്നിട്ടുള്ള മീറ്റിങ്ങിൽ തീരുമാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ NDAയുടെ വെബ്സൈറ്റ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റ് നമ്മൾ റെഗുലറായി ചെക്ക് ചെയ്യുക. ഒപ്പം അതത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റും കൂടി ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് കോഴ്സാണോ ചെയ്യേണ്ടത്, ഏത് കോഴ്സിനാണോ നമ്മൾ പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി വെക്കുക. വേറൊരു ക്വസ്റ്റ്യനാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഇതിൻ്റെ പാറ്റേൺ ഓഫ് എക്സാം, സിലബസ് ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, CUCT ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. നെഗറ്റീവ് മാർക്കുണ്ട്, ലോജിക്കൽ റീസണിങ്, മെൻ്റൽ എബിലിറ്റി പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ചില സബ്ജക്റ്റുകൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് ഉണ്ടാവാറുണ്ട്, ചിലതിന് ഈ ജനറൽ ഭാഗങ്ങളിൽ നിന്ന് മാത്രമാണ് ഉണ്ടാകാറുള്ളത് എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ ഒരു രീതിയിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻട്രൻസിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നുവോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ അഡ്മിഷൻ കിട്ടുക. അതിനു മുമ്പ് നമ്മൾ നേടിയിട്ടുള്ള റാങ്കുകളോ അല്ലെങ്കിൽ നേടിയിട്ടുള്ള ഹൈ സ്കോറുകളോ ഒന്നും ഇവിടെ ബാധകമല്ല. നമ്മൾ നന്നായിട്ട് എൻട്രൻസിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഡ്മിഷൻ കിട്ടും, നമുക്ക് തുടർ പഠനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ നേരത്തെ നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ ഒരു കോഴ്സിന് ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നു. ഒരു കോഴ്സിന് മാത്രമല്ല, നേരത്തെ CUCT ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക ഒരു 3ഓളം കോഴ്സുകൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 3ഓളം യൂണിവേഴ്സിറ്റികൾ നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും ആ രൂപത്തിൽ തന്നെ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരാൾ ഫിസിക്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അയാൾ ഫിസിക്സിന് കൊടുത്തിട്ടുണ്ടാവും. ഒപ്പം അയാൾ അതുമല്ലാത്ത വേറെ കോഴ്സുകൾ, ഇപ്പോൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് MBA, അതുപോലെ തന്നെ MSWകളൊക്കെ അതർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരും BSW ചെയ്യാതെ അതുപോലെ BBM ചെയ്യാത്തവർ തന്നെ ഇത്തരം കോഴ്സുകളിലോട്ടേക്ക് പോകുന്നതുള്ളതൊക്കെ നമ്മൾ കാണാം. സയൻസിൽ നിന്നും അതുപോലെ മറ്റു ആർട്സ് കോഴ്സുകളിൽ നിന്ന് വരുന്നവരൊക്കെ ഈ രീതിയിൽ PG കോഴ്സുകൾ ചൂസ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു യൂണിവേഴ്സിറ്റി എത്ര കോഴ്സുകൾ അപ്ലൈ ചെയ്യാമെന്നും ഓരോ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനെന്താണ് മാനദണ്ഡം ഒക്കെ NDA നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് വ്യക്തത ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഫീസ് ഉണ്ടാവും. സാധാരണ രീതിയിൽ ഒരു 800ഉം ആ രൂപത്തിലൊക്കെ ആയിരുന്നു ആപ്ലിക്കേഷൻ ഫീ ഇതുവരെ CUCTക്ക് ഉണ്ടായിരുന്നത്. ആ രൂപത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. അതൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വേറെ ഒരു ക്വസ്റ്റ്യനാണ്,
കൂടുതൽ കുട്ടികളും ചോദിക്കുന്നുള്ളത് ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവൈലബിൾ ആണോ, അതുപോലെ തന്നെ പാറ്റേൺ, അതുപോലെ സ്റ്റഡി മെറ്റീരിയലുകൾ ഇതൊക്കെ അവൈലബിൾ ആണോ. നമുക്കറിയാം NDA പല എക്സാമുകളും നടത്തുന്നുണ്ട്, പല എക്സാമുകളും മുമ്പേ നടത്തിയിട്ടുണ്ട്. പക്ഷേ CUCT എക്സാമുകൾ NDA ഇത്തവണ ആദ്യമായിട്ടാണ് നടത്തുന്നത്. 2009 രൂപീകൃതമായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് ഈ CUCT ഇതുവരെ നടത്തിയിരുന്നത്. അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് ലഭ്യമല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വെബ്സൈറ്റിൽ ICA International www.ICAinternational.il ചില മോഡൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പറും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് MCQs എന്നും പറഞ്ഞുകൊണ്ട് വിവിധ തരം അധ്യാപകർ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതോടൊപ്പം തന്നെ മെറ്റീരിയലുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഒപ്പം NDA ഏതൊരു എക്സാം നടത്തുന്നുണ്ടെങ്കിലും അതിനൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും NDA വെബ്സൈറ്റിൽ തന്നെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ CUCTക്കും ഇത്തവണ നമുക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. നമ്മളുടെ എൻട്രൻസിന് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ പോലെയല്ല, കഴിഞ്ഞ വർഷം 20 സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിരുന്നു ഒരുമിച്ച് എൻട്രൻസ് എക്സാം നടത്തിയതെങ്കിൽ ഇത്തവണ അതിൽ കൂടുതൽ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് തന്നെ എക്സാം എഴുതി. നമ്മൾ നേരത്തെയൊക്കെ JNUടെയൊക്കെ എക്സാം എഴുതണമെങ്കിൽ ആ എക്സാം സെൻറ്ററുകൾ ഉള്ളിടത്ത് പോകണമായിരുന്നു. ചിലപ്പോൾ സ്റ്റേറ്റ് വിട്ട് തന്നെ പോകണം, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് വിട്ട് പോകണം, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് വേണം നമുക്ക് എൻട്രൻസ് എക്സാം എഴുതാൻ. ഇത്തവണ അങ്ങനെയൊന്നുമില്ലാതെ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ, ഈ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ, ഒരു പ്രയാസവും കൂടാതെ നമുക്ക് എൻട്രൻസ് എക്സാം നമ്മുടെ തൊട്ടടുത്ത സെൻറ്ററിൽ നിന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് എഴുതാനും അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി അതത് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ചേരാനുമുള്ള ഒരു അവസരമാണ് നമ്മുടെ മുന്നിലുണ്ടാകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള എക്സാമുകളിൽ നന്നായി സ്കോർ ചെയ്യുവാനും അഡ്മിഷൻ ലഭിക്കുവാനുമുള്ള എല്ലാവിധ അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2021 CUCTയുമായിട്ടുള്ള കാര്യം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. പുതിയ ഇൻഫർമേഷൻ കിട്ടുന്ന മുറക്ക് മറ്റു കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.